ബിടെക് കോഴ്സിൽ ചെയ്യാൻ പറ്റുന്ന രണ്ട് സ്പെഷ്യലൈസേഷനാണ്. ഒന്ന് കെമിക്കൽ എഞ്ചിനീയറിങ്ങും മറ്റത് പ്രൊഡക്ഷൻ എഞ്ചിനീയറിങ്ങും. സോ ഈ രണ്ട് എഞ്ചിനീയറിംഗ് സ്ട്രീംസിലും ഏത് എഞ്ചിനീയറിംഗ് പഠിക്കുന്നതാണ് നല്ലത്, അല്ലെങ്കിൽ ഏത് എഞ്ചിനീയറിംഗ് സെലക്ട് ചെയ്യണം എന്നുള്ള ഒരു കാര്യം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സോ ഇന്നത്തെ എപ്പിസോഡിൽ നമുക്ക് മനസ്സിലാക്കാനുള്ളത് ഈ ഒരു കാര്യം തന്നെയാണ്. ബിടെക് പ്രൊഡക്ഷൻ എഞ്ചിനീയറിംഗ് അതോടൊപ്പം ബിടെക് കെമിക്കൽ എഞ്ചിനീയറിംഗ് ഇവ തമ്മിലുള്ള വ്യത്യാസങ്ങളാണ്. അതോടൊപ്പം വ്യത്യാസത്തേക്കാൾ കൂടുതൽ ഇതിൽ ഏത് കോഴ്സ് സെലക്ട് ചെയ്യണം, അല്ലെങ്കിൽ ആ ഒരു ഡിസിഷൻ മേക്കിംഗ് എങ്ങനെ എളുപ്പമാക്കാം എന്നുള്ള കാര്യം അത്യാവശ്യം ഡീറ്റെയിൽ ആയിട്ട് തന്നെ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. സോ ഈ ഒരു എപ്പിസോഡ് കാണുന്നതിൽ കൂടി, അല്ലെങ്കിൽ കണ്ടു കഴിഞ്ഞതിന് ശേഷം നിങ്ങൾക്കൊരു ഡിസിഷൻ തീർച്ചയായിട്ടും ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ ഒരു തീരുമാനമെടുക്കാൻ പറ്റും എന്നാണ് ഞാൻ കരുതുന്നത്. അതുതന്നെയാണ് ഈ ഒരു എപ്പിസോഡിൻ്റെ ലക്ഷ്യമെന്നുള്ളത്. ഈ ഒരു ചോദ്യം വന്നത് എൻ്റെ സുഹൃത്തിൽ നിന്നാണ്. എൻ്റെ ബാച്ച്മേറ്റ് ആയിരുന്നു, എൻ്റെ ക്ലാസ്മേറ്റ് ആയിരുന്നു. ബിടെക് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് പഠിച്ച അദ്ദേഹത്തിൻ്റെ ഒരു കസിൻ ഉണ്ടായിരുന്നു. സോ അവൻ്റെ അഡ്മിഷൻ NIT കാലിക്കറ്റ്, NIT തൃച്ചി, ഈ രണ്ടിൽ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഈ പറഞ്ഞ രണ്ട് കോഴ്സുകൾ, ഒന്ന് ബിടെക് പ്രൊഡക്ഷൻ എഞ്ചിനീയറിങ്ങും മറ്റത് ബിടെക് കെമിക്കൽ എഞ്ചിനീയറിങ്ങും, ഈ രണ്ട് കോഴ്സ് വന്നപ്പോൾ ഏത് സെലക്ട് ചെയ്യണം എന്ന ചെറിയൊരു കൺഫ്യൂഷൻ വന്നു. സോ അദ്ദേഹം ചോദ്യം ഞാനുമായി ഷെയർ ചെയ്തു. സോ ഞാൻ എൻ്റെതായ അഭിപ്രായം പറഞ്ഞു. ഈ ഒരു കാര്യം പലപ്പോഴും പല കൂട്ടുകാരുടെയും മുമ്പിൽ വരുന്ന ഒരു ചോദ്യമാണ്. സോ എങ്ങനെ നമുക്ക് ഈ ചോദ്യത്തിന് ഉത്തരം കണ്ടെത്താം? ആദ്യമായിട്ട് തന്നെ മനസ്സിലാക്കേണ്ടത് പ്രൊഡക്ഷൻ എഞ്ചിനീയറിംഗ് എന്നുള്ളത് മാനുഫാക്ചറിങ് പ്രോസസ്സും അതോടൊപ്പം സിസ്റ്റത്തെക്കുറിച്ചുള്ള കാര്യങ്ങളാണ് പഠിക്കുന്നത്. സോ മെയിനായിട്ടുള്ള ഫോക്കസ് എന്നുള്ളത് ഡിസൈനിങ്ങും മാനേജിങ്ങും അതോടൊപ്പം ഈ മാനുഫാക്ചറിങ് പ്രോസസ്സുമായി ബന്ധപ്പെട്ട് സിസ്റ്റംസുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒപ്റ്റിമൈസേഷനും ഒക്കെയാണ്. സോ പല രീതിയിലുള്ള പ്രോസസ്സിനെ കുറിച്ച് പഠിക്കുക, അതെങ്ങനെ ഒപ്റ്റിമൈസ് ചെയ്യുക, എങ്ങനെ ഡിസൈൻ ചെയ്യുക, എങ്ങനെ മാനേജ് ചെയ്യുക, അങ്ങനെ പല പല കാര്യങ്ങൾ പ്രൊഡക്ഷൻ എഞ്ചിനീയറിങ്ങിൽ പഠിക്കുന്നുണ്ട്. നേരെ മറിച്ച് ബിടെക് കെമിക്കൽ എഞ്ചിനീയറിങ്ങിലേക്ക് വരുമ്പോൾ കെമിക്കൽസും, അതായത് പേരിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും കെമിക്കൽ. സോ കെമിക്കൽസും ഫ്യൂവൽസും ഫാർമസ്യൂട്ടിക്കൽസും അതോടൊപ്പം മെറ്റീരിയൽ സയൻസുമായി ബന്ധപ്പെട്ടിട്ടുള്ള പല പല കാര്യങ്ങളാണ്. സോ ഡിസൈനിങ്, അതുമായി ബന്ധപ്പെട്ടുള്ള പ്രോസസ്സ്, പിന്നെ പ്രൊഡക്ഷൻ, അങ്ങനെ പല കാര്യങ്ങളും നമ്മുടെ ബിടെക് കെമിക്കൽ എഞ്ചിനീയറിങ്ങിലും വരുന്നുണ്ട്. സോ ഇതാണ് മെയിനായിട്ടുള്ള ഒരു ഒരു ബേസിക് ആയിട്ടുള്ള കാര്യം. പിന്നീട് കോർ സബ്ജക്ട്സുകൾ നോക്കുകയാണ് പ്രൊഡക്ഷൻ എഞ്ചിനീയറിംഗ് എങ്കിൽ മാനുഫാക്ചറിങ് പ്രോസസ്സിനെ കുറിച്ച് ഒബ്വിയസ്ലി നിങ്ങൾ പഠിക്കും. ഇൻഡസ്ട്രിയൽ മാനേജ്മെൻറ്റ്, മെഷീൻ ഡിസൈൻ, ഓട്ടോമേഷൻ, ഓപ്പറേഷൻ റിസർച്ച് കാര്യങ്ങളൊക്കെ പഠിക്കുന്നുണ്ട്. കെമിക്കൽ എഞ്ചിനീയറിംഗ് ബിടെക് ആണെങ്കിൽ കെമിക്കൽ റിയാക്ഷൻ എഞ്ചിനീയറിംഗ്, പ്രോസസ് ഡിസൈൻ, തെർമോഡൈനാമിക്സ്, മാസ് ട്രാൻസ്ഫർ, ഫ്ലൂയിഡ് മെക്കാനിക്സ്. സോ ഈ രണ്ട് സ്ട്രീമിലെയും കോർ സബ്ജക്റ്റുകൾ പഠിക്കുമ്പോൾ, അല്ലെങ്കിൽ അതിനെക്കുറിച്ച് മനസ്സിലാക്കുമ്പോൾ എനിക്ക് ഓർമ്മ വരുന്നത് മെക്കാനിക്കൽ എഞ്ചിനീയറിങ്ങിൻ്റെ സിലബസാണ്. അതായത് ഈ രണ്ട് കാര്യങ്ങളും, അതായത് പ്രൊഡക്ഷൻ എഞ്ചിനീയറിങ്ങിലുള്ള കാര്യവും കെമിക്കൽ എഞ്ചിനീയറിങ്ങിലുള്ള കാര്യവും മെക്കാനിക്കൽ എഞ്ചിനീയറിങ്ങിലുണ്ട് എന്നുള്ളതാണ്. ഇതിൻ്റെ രണ്ടിൻ്റെയും പാരൻ്റായിട്ട് നമുക്ക് മെക്കാനിക്കൽ എഞ്ചിനീയറിങ്ങിനെ കണ്ടെത്താൻ പറ്റും. അതുകൊണ്ട് തന്നെയാണ് പൊതുവെ മെക്കാനിക്കൽ എഞ്ചിനീയറിങ്ങിനെ എവർഗ്രീൻ എഞ്ചിനീയറിംഗ് എന്ന് പറയുന്നത്. കാരണം മെക്കാനിക്കൽ എഞ്ചിനീയറിങ്ങിൽ ഏകദേശം കമ്പ്യൂട്ടർ സയൻസ് ഒഴിച്ച്, സിവിൽ ഒഴിച്ച്, ചില ഇലക്ട്രോണിക്സ് സബ്ജക്ട്സുകൾ ഒഴിച്ച്, ബയോടെക്നോളജി ഒഴിച്ച് മാറ്റി നിർത്തിയാൽ ഏകദേശം എല്ലാ എഞ്ചിനീയറിങ്ങും പഠിക്കുന്നു എന്നുള്ളതാണ്. സോ ബൃഹത്തായ ഒരു സിലബസാണ് മെക്കാനിക്കൽ എഞ്ചിനീയറിങ്ങിൻ്റേത്. സാന്ദർഭികമായി ചൂണ്ടിക്കാണിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. ജോബ് റോൾസിലേക്ക് നോക്കുകയാണെങ്കിൽ ബിടെക് പ്രൊഡക്ഷൻ എഞ്ചിനീയേഴ്സിന് ഒബ്വിയസ്ലി പ്രൊഡക്ഷൻ എഞ്ചിനീയറായിട്ട്, മാനുഫാക്ചറിങ് എഞ്ചിനീയറായിട്ട്, ക്വാളിറ്റി കൺട്രോൾ എഞ്ചിനീയറായിട്ട്, ഓപ്പറേഷൻ മാനേജേഴ്സായിട്ടൊക്കെ ജോലി കണ്ടെത്താൻ പറ്റും. കെമിക്കൽ എഞ്ചിനീയേഴ്സ് ആണെങ്കിൽ പ്രോസസ് എഞ്ചിനീയേഴ്സ്, കെമിക്കൽ പ്ലാൻ മാനേജർ, R&D എഞ്ചിനീയർ, എൻവയോൺമെൻറ്റൽ എഞ്ചിനീയർ പോലുള്ള മേഖലകളിലാണ് ജോലി ലഭിക്കാൻ പോകുന്നത്. പിന്നെ സാലറി ഒക്കെ ഏകദേശം സെയിം ആണ്. പിന്നീട് നിങ്ങൾക്ക് നിങ്ങളുടെ സ്കില്ലും കഴിവും കരിയർ ഗ്രാഫും ഒക്കെ അനുസരിച്ചിട്ടാണ് സാലറി കൂടാനും കുറയാനും ഒക്കെ പോകുന്നത്. സോ വർക്ക് എൻവയോൺമെൻറ്റ് നോക്കുകയാണെങ്കിൽ പ്രൊഡക്ഷൻ എഞ്ചിനീയേഴ്സ് മെയിനായിട്ടും ഫാക്ടറീസ്, പ്രൊഡക്ഷൻ പ്ലാന്റ്സ്, ഓഫീസസ്, ഫീൽഡ് വർക്ക്, അതോടൊപ്പം ഷോപ്പ് ഫ്ലോർ സൂപ്പർവിഷൻസും ഒക്കെയാണ് മെയിൻ ഫോക്കസിലേക്ക് വരുന്നത്. കെമിക്കൽ എഞ്ചിനീയേഴ്സ് ആണെങ്കിൽ ഒബ്വിയസ്ലി കെമിക്കൽ പ്ലാന്റ്സ്, ലാബ്സ്, റിഫൈനറീസ്, അതോടൊപ്പം ഹസാർഡസ് ആയിട്ടുള്ള മെറ്റീരിയൽസ്, സേഫ്റ്റി പ്രോട്ടോകോൾസ് ഫോളോ ചെയ്യുന്ന ജോബ് ഡിസ്ക്രിപ്ഷൻസൊക്കെ അവരുടെ ജോബിലേക്ക് വരുന്നുണ്ട്. സോ ഇവിടെ ഒരു കാര്യം പ്രത്യേകം ഉണർത്താനുള്ളത്,
കെമിക്കൽ എഞ്ചിനീയറിംഗ് എന്നുള്ളത് എവറിബഡീസ് കപ്പ് ഓഫ് ടീ അല്ല. അലർജി അതോടൊപ്പം ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടെങ്കിൽ ദയവായി കെമിക്കൽ എഞ്ചിനീയറിംഗ് എന്ന സ്ട്രീം മാറ്റി നിർത്തുന്നതാണ് നല്ലത്. കാരണം ഇത് പഠിച്ചതിന് ശേഷം നിങ്ങൾ ജോബിൽ എത്തിപ്പെടാൻ പോകുന്ന ഒരു സിറ്റുവേഷൻ എന്നുള്ളത് അതാണ്. ഈ ഹയർ സ്റ്റഡീസ് ആണ് നോക്കുന്നതെങ്കിൽ പ്രൊഡക്ഷൻ എഞ്ചിനീയേഴ്സിനാണെങ്കിൽ എംടെക് ചെയ്യാം. മാനുഫാക്ചറിങ്, ഇൻഡസ്ട്രിയൽ എഞ്ചിനീയറിംഗ് പോലുള്ള സ്ട്രീമുകളിൽ MBA ഇൻ ഓപ്പറേഷൻസ് മാനേജ്മെൻറ്റും ഒരു ഐഡിയൽ ഓപ്ഷനാണ്. കെമിക്കൽ എഞ്ചിനീയേഴ്സിൻ്റെ കാര്യമാണെങ്കിൽ എംടെക് ചെയ്യാം കെമിക്കൽ എഞ്ചിനീയറിംഗിൽ. അതോടൊപ്പം പ്രോസസ് എഞ്ചിനീയറിംഗിൽ MBA ചെയ്യാം, അല്ലെങ്കിൽ എൻവയോൺമെൻറ്റൽ എഞ്ചിനീയറിംഗിൽ MSും ചെയ്യാൻ പറ്റും. ഡിമാൻഡും ഗ്രോത്തും ഒക്കെ ഏകദേശം മോറുള്ള സെയിം ആണ്. വളരെ ഹൈലൈറ്റ് ചെയ്ത് പറയാനൊന്നുമില്ല. ഹിയറോ ദേറോ ചില കാര്യങ്ങളിൽ ഉയർച്ചയും താഴ്ചയും ഒക്കെ കണ്ടെത്താൻ പറ്റും. പക്ഷേ ഞാനത് ഹൈലൈറ്റ് ചെയ്യുന്നില്ല. കാരണം നിങ്ങൾ പഠിക്കുന്ന എഞ്ചിനീയറിംഗിൽ ഇഫ് യു ആർ ഗുഡ് അറ്റ് ഇറ്റ് നിങ്ങൾക്ക് നിങ്ങളുടേതായ ഒരു കരിയർ ഗ്രാഫ് കണ്ടെത്താൻ പറ്റും എന്നുള്ളതാണ് സത്യം. പിന്നെ ചാലഞ്ചസ് ഉണ്ട്, അതൊക്കെ നമുക്ക് തിയോറിറ്റിക്കലി പറയാൻ പറ്റുന്ന കാര്യമാണ്. ഉദാഹരണത്തിന് പ്രൊഡക്ഷൻ എഞ്ചിനീയേഴ്സിന് ഹൈ പ്രഷർ ഡെഡ് ലൈൻസ് എന്നൊക്കെ പറയുന്നുണ്ട്. അത് പ്രൊഡക്ഷൻ എഞ്ചിനീയേഴ്സ് ആയാലും കെമിക്കൽ എഞ്ചിനീയേഴ്സ് ആയാലും മെക്കാനിക്കൽ എഞ്ചിനീയേഴ്സ് ആയാലും കമ്പ്യൂട്ടർ സയൻസ് എഞ്ചിനീയേഴ്സ് ആയാലും അതല്ല ഡോക്ടേഴ്സ് ആയാലും ആർക്കിടെക്ട്സ് ആയാലും എല്ലാ ജോബിലും ഹൈ പ്രഷറൊക്കെ ഡെഡ് ലൈൻസൊക്കെ ഉണ്ടാകും. സോ ആ ഒരു കാര്യം ഇവിടെ ഹൈലൈറ്റ് ചെയ്യുന്നില്ല. സോ ഗ്ലോബൽ ഓപ്പർച്യൂണിറ്റി നോക്കുകയാണെങ്കിൽ ഇന്ത്യയിലും പുറത്തും 2 സ്ട്രീമിനും സാധ്യതയുണ്ട്. പക്ഷേ പ്രൊഡക്ഷൻ എഞ്ചിനീയേഴ്സിൻ്റെ കാര്യത്തിൽ സൗദിയിൽ എഞ്ചിനീയറിംഗ് വിസ ലഭിക്കുന്നു എന്നൊരു കാര്യത്തിൽ ചെറിയൊരു ഡൗട്ടുണ്ട്. അതുകൊണ്ട് ആ ഒരു കാര്യം പ്രത്യേകം ഉണർത്തുന്നു. അവരുടെ ആ ഒരു ഡാറ്റാബേസ് അപ്ഡേറ്റ് ചെയ്യാത്തത് കൊണ്ടാണ്. ചെയ്താൽ പ്രൊഡക്ഷൻ എഞ്ചിനീയേഴ്സിനും വിസ ലഭിക്കും. എൻ്റെ ഒരു സുഹൃത്തിന് പ്രൊഡക്ഷൻ എഞ്ചിനീയറിംഗ് പഠിച്ചതിന് ശേഷം എഞ്ചിനീയറിംഗ് വിസ ലഭിച്ചില്ല എന്ന് അദ്ദേഹം പറഞ്ഞത് കൊണ്ടാണ് ഈ ഒരു കാര്യം ഇവിടെ ഉണർത്തുന്നത്. സോ ആ കാര്യം പ്രത്യേകം ചെക്ക് ചെയ്തിട്ട് നിങ്ങൾ ഒരു തീരുമാനമെടുത്താൽ മതി. പിന്നെ ഓൺട്രപ്രണേറിയൽ സ്കോപ്പ് നോക്കുകയാണെങ്കിൽ പ്രൊഡക്ഷൻ എഞ്ചിനീയേഴ്സ് ആണെങ്കിൽ മാനുഫാക്ചറിങ്ങുമായി ബന്ധപ്പെട്ട് സ്റ്റാർട്ടപ്സ് സ്റ്റാർട്ട് ചെയ്യാം. ഓട്ടോമേഷൻ സൊല്യൂഷൻസുമായി ബന്ധപ്പെട്ട് സപ്ലൈ ചെയിൻ ടെക്നോളജിയുമായി ബന്ധപ്പെട്ടൊക്കെയുള്ള മേഖലകൾ സെലക്ട് ചെയ്യാം. കെമിക്കൽ എഞ്ചിനീയേഴ്സ് ആണെങ്കിൽ കെമിക്കൽസുമായി ബന്ധപ്പെട്ടിട്ടുള്ള സ്പെഷ്യാലിറ്റി, ഗ്രീൻ എനർജി, ബയോടെക് സ്റ്റാർട്ടപ്സിലൊക്കെ തീർച്ചയായിട്ടും ഇൻവോൾവ് ആകാം. ഇനി നമ്മുടെ കോർ ആയിട്ടുള്ള ടോപ്പിക്കാണ്, അതായത് ഹൗ ടു സെലക്ട് ദ ബെസ്റ്റ് ഓപ്ഷൻ എമംഗ് കെമിക്കൽ എഞ്ചിനീയറിംഗ് ആൻഡ് പ്രൊഡക്ഷൻ എഞ്ചിനീയറിംഗ് എന്നുള്ളത്. സോ ആദ്യമായിട്ട് നിങ്ങളുടെ ഇൻട്രസ്റ്റിനെ അസസ് ചെയ്യുക എന്നുള്ളതാണ്. നിങ്ങൾക്ക് ഓരോ ആൾക്കും നിങ്ങളുടേതായ ഒരു എലമെൻ്റ് ഉണ്ടാകും. പൊതുവെ പറയുന്ന കാര്യമാണ്, റിപ്പീറ്റഡ് ചെയ്ത് പറയുന്ന കാര്യമാണ്. ആ നിങ്ങളുടെ ഇന്നർ എലമെൻറ്റിനെ റിഫ്ലക്റ്റ് ചെയ്യുന്ന കാര്യത്തിൽ കൂടുതൽ പ്രാധാന്യം കൊടുക്കുക എന്നുള്ളതാണ്. ഇത് പാഷൻ മാത്രമല്ല, ഇൻട്രസ്റ്റ് മാത്രമല്ല, മറിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റും എന്നൊരു ഇൻറ്റ്യൂഷൻ ഉണ്ടാകും. അതിനെ ഫോളോ ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. ഓക്കെ, സോ പ്രൊഡക്ഷൻ എഞ്ചിനീയേഴ്സ് ആണെങ്കിൽ നിങ്ങൾ മെക്കാനിക്സ്, മെഷീനറി, പ്രൊഡക്ഷൻ സിസ്റ്റവുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളിലൊക്കെ താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നല്ലൊരു സ്ട്രീമാണ് പ്രൊഡക്ഷൻ എഞ്ചിനീയറിംഗ്. അതോടൊപ്പം മാനുഫാക്ചറിങ് പ്രോസസ്സും അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രോബ്ലം സോൾവിങ്ങും ഫിസിക്കൽ സിസ്റ്റംസിലുമൊക്കെ താല്പര്യമുണ്ട്. ഹാൻഡ്സ് ഓൺ എക്സ്പീരിയൻസ് നിങ്ങൾക്ക് നേടാൻ താല്പര്യമുണ്ട്. ആ രീതിയിലുള്ള ഒരു ഔട്ട്ലുക്ക്, ഒരു ആറ്റിറ്റ്യൂഡാണ് ഉള്ളതെങ്കിൽ തീർച്ചയായിട്ടും പ്രൊഡക്ഷൻ എഞ്ചിനീയറിംഗ് നല്ലതാണ്. കെമിക്കൽ എഞ്ചിനീയേഴ്സിൻ്റെ കാര്യമാണെങ്കിൽ കെമിസ്ട്രിയിലുള്ള താല്പര്യം അത് ഹൈലൈറ്റഡ് ആയിരിക്കണം. മെറ്റീരിയൽ സയൻസുമായി ബന്ധപ്പെട്ട് പ്രോസസ് ഡിസൈനുമായി ബന്ധപ്പെട്ടിട്ടുള്ള താല്പര്യവും തീർച്ചയായിട്ടും നിങ്ങൾക്ക് കെമിക്കൽ എഞ്ചിനീയറിംഗ് എന്ന ഫീൽഡിൽ തിളങ്ങാൻ സഹായിക്കും. അതോടൊപ്പം കെമിക്കൽ റിയാക്ഷൻസ്, ലാർജ് സ്കെയിൽ ഇൻഡസ്ട്രിയൽ പ്രോസസ്സുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളിലുള്ള അറിവും കഴിവും താല്പര്യവുമൊക്കെ നിങ്ങൾക്ക് തീർച്ചയായിട്ടും കെമിക്കൽ എഞ്ചിനീയറിംഗിൽ BTech ചെയ്താൽ നല്ലൊരു കരിയർ കണ്ടെത്താൻ പറ്റാൻ സഹായിക്കും. രണ്ടാമത്തെ കാര്യം എന്നുള്ളത് നിങ്ങളുടെ സ്കില്ലിനെ ഇവാലുവേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. സോ ആദ്യം നിങ്ങളുടെ താല്പര്യം, പിന്നെ നിങ്ങളുടെ സ്കില്ലിനെ ഇവാലുവേറ്റ് ചെയ്യുന്ന കാര്യമാണ്. സോ ഫിസിക്സ്, മെക്കാനിക്സ്, അനലിറ്റിക്കൽ തിങ്കിങ്, പ്രൊഡക്ഷൻ എഞ്ചിനീയറിംഗ് ഒക്കെ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ഒബ്വിയസ്ലി അത് പ്രൊഡക്ഷൻ എഞ്ചിനീയറിംഗിലേക്കാണ് നയിക്കുന്നത്. ഇനി കെമിക്കൽ എഞ്ചിനീയറിംഗിലേക്കാണെങ്കിൽ കെമിസ്ട്രി, തെർമോഡൈനാമിക്സ്, പ്രോബ്ലം സോൾവിങ്, ഫ്ലൂയിഡ് അല്ലെങ്കിൽ മെറ്റീരിയൽ സിസ്റ്റംസ്, കെമിക്കൽ എഞ്ചിനീയറിംഗ് പോലുള്ള കാര്യങ്ങളിൽ താല്പര്യമുണ്ടെങ്കിൽ ഒബ്വിയസ്ലി BTech ഇൻ കെമിക്കൽ എഞ്ചിനീയറിംഗ് പഠിച്ചതിന് ശേഷം നിങ്ങൾക്ക് ഒരു വഴി മുന്നോട്ട് കണ്ടെത്താൻ പറ്റും. ഇനി മൂന്നാമത്തെ കാര്യം എന്നുള്ളത് കരിയർ ഗോൾസാണ്. സോ കരിയർ ഗോൾസ് എന്നുള്ളത് നിങ്ങളുടെ ഒരു ഒബ്ജക്റ്റീവാണ് കാണിക്കുന്നത്. സോ മാനുഫാക്ചറിങ്, ഓട്ടോമേഷൻ, അതോടൊപ്പം ഓപ്പറേഷൻസിൽ താല്പര്യമുണ്ടെങ്കിൽ അത് നിങ്ങളുടെ പ്രൊഡക്ഷൻ എഞ്ചിനീയറിംഗ് വഴിയുള്ള BTech ആണ് നിങ്ങളെ മുന്നോട്ട് നയിക്കാൻ പോകുന്നത്. ഫാർമസ്യൂട്ടിക്കൽസ്, എനർജി, എൻവയോൺമെൻറ്റൽ സൊല്യൂഷൻസ് പോലുള്ള കാര്യങ്ങളാണ് നിങ്ങൾക്ക് താല്പര്യമെങ്കിൽ, ആ രീതിയിലുള്ളൊരു കരിയർ ഗോളാണ് മുമ്പിൽ ഉള്ളതെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് കെമിക്കൽ എഞ്ചിനീയറിംഗ് ആയിരിക്കണം പ്രിഫറബിൾ ആയിരിക്കേണ്ടത്.
ഇനി ഇൻഡസ്ട്രി ട്രെൻഡ്സുമായി ബന്ധപ്പെട്ട് നോക്കുകയാണെങ്കിൽ ഇൻഡസ്ട്രി 4.0 എന്ന് പറഞ്ഞൊരു കാര്യമുണ്ട്. അതായത് ഓട്ടോമേഷൻ, ഇൻ്റർനെറ്റ് ഓഫ് തിങ്സ്, IoT, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്, AI പോലുള്ള കാര്യങ്ങളാണ് മുന്നോട്ട് നയിക്കുന്നത് ഇൻഡസ്ട്രി ട്രെൻഡ്സിൽ ഫോർ പ്രൊഡക്ഷൻ എൻജിനീയറിംഗ്. സോ ഈ ഒരു സ്ട്രീമിൽ പ്രത്യേകിച്ച് സ്മാർട്ട് മാനുഫാക്ചറിങ്ങുമായി ബന്ധപ്പെട്ടൊക്കെ മുന്നോട്ട് ഒരു ട്രെൻഡ് സെറ്റ് ചെയ്യുന്നത് പ്രൊഡക്ഷൻ എൻജിനീയറിംഗ് ആണ്. സോ ഈ കാര്യങ്ങളിൽ താല്പര്യമുണ്ടെങ്കിൽ ഒബ്വിയസ്ലി നിങ്ങൾക്ക് BTech ഇൻ പ്രൊഡക്ഷൻ എൻജിനീയറിംഗ് വിൽ ബി യൂസ്ഫുൾ. അതല്ല, സസ്റ്റൈനബിൾ എനർജി, ഗ്രീൻ എനർജി, ബയോടെക്നോളജി പോലുള്ള കാര്യങ്ങളിൽ ഉള്ള ടെക്നോളജിക്കൽ ലീപ്പാണ് ഗോളായി നിങ്ങളുടെ കരിയറിൽ വരുന്നതെങ്കിൽ തീർച്ചയായിട്ടും BTech ഇൻ കെമിക്കൽ എൻജിനീയറിംഗ് വിൽ ബി ബെസ്റ്റ് സ്യൂട്ടഡ് ഫോർ യു. ഇനി അഞ്ചാമത്തെ കാര്യം എന്നുള്ളത് വർക്ക് എൻവയോൺമെൻറ്റ് പ്രിഫറൻസസ് ആണ്. അതായത് രണ്ടും BTech പ്രൊഡക്ഷൻ എൻജിനീയറിംഗ് ആയാലും BTech കെമിക്കൽ എൻജിനീയറിംഗ് ആയാലും രണ്ട് ഡിഫറെൻറ്റ് കാര്യങ്ങളിലേക്കാണ് നയിക്കുന്നത്, രണ്ട് ഡിഫറെൻറ്റ് ജോലി സ്ഥലങ്ങളിലേക്കാണ് എത്തിക്കുന്നത്. സോ ജോലി സ്ഥലം എങ്ങനെയുണ്ട് എന്നുള്ളതും വളരെ ഇമ്പോർട്ടൻ്റ് ആയ കാര്യമാണ്. സോ ഒരു കോഴ്സ് പഠിച്ചതിന് ശേഷം എനിക്ക് ഈ സ്ഥലത്ത് ജോലി ചെയ്യാൻ താല്പര്യമില്ല എന്ന് പറഞ്ഞ് പോകാൻ പറ്റില്ല. ഉദാഹരണത്തിന് MBBS പഠിച്ചാൽ നിങ്ങൾ ഹോസ്പിറ്റലുമായി ബന്ധപ്പെട്ടിട്ടാണ് ജോലി ചെയ്യേണ്ടത്. ലോ റിലേറ്റഡ് ആണെങ്കിൽ ഒബ്വിയസ്ലി കോർട്ട് റൂമായിരിക്കും. സോ MBBS പഠിച്ച് MD പഠിച്ച് എനിക്ക് ഹോസ്പിറ്റൽ ഇഷ്ടമില്ല, അല്ലെങ്കിൽ LLB പഠിച്ച് എനിക്ക് ലോ പ്രാക്ടീസ് ചെയ്യാൻ താല്പര്യമില്ല, കോടതി മുറികൾ എനിക്ക് താല്പര്യമില്ല, അലർജിയാണെന്നൊക്കെ പറഞ്ഞ് മാറി നിൽക്കാൻ പറ്റില്ല. സോ അങ്ങനെ ഓരോ സ്ട്രീമിനും അതിൻ്റെ ഒരു പ്രത്യേക മേഖലയിലേക്കാണ് എത്തിച്ചേരുന്നത്. സോ ആ ഒരു എത്തിച്ചേരുന്ന സ്ഥലം നിങ്ങൾക്ക് ഇഷ്ടമുള്ളതായിരിക്കണം. സോ പ്രൊഡക്ഷൻ എൻജിനീയറിംഗ് ആണെങ്കിൽ ഫാക്ടറി സെറ്റിങ്സും ഫീൽഡ് വർക്കുമൊക്കെയാണ് കൂടുതലുണ്ടാവുക. സോ ഈ ഒരു ജോബ് പ്ലേസ് ഇഷ്ടമുള്ള ഒരാളാണോ, വർക്ക് ചെയ്യാൻ താല്പര്യമുണ്ടോ, അങ്ങനെയുള്ളൊരു സെറ്റപ്പിൽ നിങ്ങൾക്ക് വൈബ് കിട്ടുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും പ്രൊഡക്ഷൻ എൻജിനീയറിംഗ് ആണ് നല്ലത്. അതല്ല, സേഫ്റ്റി പ്രോട്ടോകോൾസൊക്കെ ഫോളോ ചെയ്ത് ഹസാർഡിയസ് മെറ്റീരിയൽസിനൊക്കെ ഹാൻഡിൽ ചെയ്യുന്ന ലാബ്സും പ്ലാൻസും ഒക്കെയാണ് കെമിക്കൽ എൻജിനീയറിംഗുമായി ബന്ധപ്പെട്ടിട്ടുള്ള കരിയറിലുള്ളത്. സോ അങ്ങനെയുള്ളൊരു സെറ്റപ്പിൽ ജോബ് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ ഒബ്വിയസ്ലി കെമിക്കൽ എൻജിനീയറിംഗ് വിൽ ബി ബെസ്റ്റ് സ്യൂട്ടഡ്. ഇനി നമുക്ക് ലൊക്കേഷനും ഓപ്പർച്യൂണിറ്റീസുമായി ബന്ധപ്പെട്ട് നോക്കുകയാണെങ്കിൽ പ്രൊഡക്ഷൻ എൻജിനീയറിംഗിൻ്റെ കാര്യത്തിൽ മെയിനായിട്ടും ഇൻഡസ്ട്രിയൽ ഹബ്സിലാണ് നിങ്ങളുടെ ജോബ് വരാൻ പോകുന്നത്. കെമിക്കൽ എൻജിനീയറിംഗ് ആണെങ്കിൽ അത് കെമിക്കൽ അതോടൊപ്പം എനർജി ഇൻഡസ്ട്രീസുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളിലാണ്. സോ ഈ കാര്യം പ്രത്യേകം മനസ്സിലാക്കുക. ഇനി ചില കാര്യങ്ങൾ കൂടി അറിയാനുണ്ട്. മെയിനായിട്ടും ഇൻ്റർ ഡിസിപ്ലിനറി ഓവർലാപ്പാണ്. അതായത് ഈ രണ്ട് സ്ട്രീമുകളും ചില പ്രത്യേക സ്ട്രീമുകളുമായി ഓവർലാപ്പ് ചെയ്യുന്നു എന്ന കാര്യമാണ്. ഉദാഹരണത്തിന് പ്രൊഡക്ഷൻ എൻജിനീയറിംഗ് ആണെങ്കിൽ അത് ഓപ്പറേഷൻസ് മാനേജ്മെൻറ്റുമായിട്ടാണ് കുറേയൊക്കെ ഓവർലാപ്പ് ചെയ്യുന്നത്. കെമിക്കൽ എൻജിനീയറിംഗ് ആണെങ്കിൽ അത് എൻവയോൺമെൻറ്റൽ അല്ലെങ്കിൽ എനർജി സെക്ടേഴ്സുമായിട്ടാണ് ഓവർലാപ്പ് ചെയ്യുന്നത്. സോ ഈ രണ്ട് സ്ട്രീമിൽ ഏത് സെലക്ട് ചെയ്യുകയാണെങ്കിലും അതുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന കോഴ്സുകളെ കുറിച്ചാണ് അല്ലെങ്കിൽ ഡൊമൈനെ കുറിച്ചാണ് പറഞ്ഞത്. സോ പ്രൊഡക്ഷൻ എൻജിനീയറിംഗ് പഠിച്ചതിന് ശേഷം ഇഫ് യു വാണ്ട് ടു സ്വിച്ച് ടു ഓപ്പറേഷൻ മാനേജ്മെൻറ്റ് ഈസിയാണ്. കെമിക്കൽ എൻജിനീയറിങ്ങിൻ്റെ കാര്യമാണെങ്കിൽ നിങ്ങൾക്ക് എനർജി ഇൻഡസ്ട്രീസിൽ അല്ലെങ്കിൽ റിന്യൂവബിൾ എനർജി സൊല്യൂഷൻസുമായി ബന്ധപ്പെട്ടിട്ടുള്ള ബയോടെക്നോളജിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളിലൊക്കെ പോകാൻ താല്പര്യമുണ്ടെങ്കിൽ ഈവൻ ഫോർ യുവർ ഹയർ എഡ്യൂക്കേഷൻ അല്ലെങ്കിൽ ജോബുമായി ബന്ധപ്പെട്ട് കെമിക്കൽ എൻജിനീയറിംഗ് വിൽ ബി ബെസ്റ്റ് സ്യൂട്ടഡ്. അതോടൊപ്പം ഫ്യൂച്ചർ പ്രൂഫിംഗ് എന്ന ഒരു കാര്യം കൂടിയുണ്ട്. അതായത് ഫ്യൂച്ചർ പ്രൊഡക്ഷൻ എൻജിനീയറിങ്ങിൻ്റെ എന്താണ്? സോ ഓട്ടോമേഷൻ, സ്മാർട്ട് ഫാക്ടറീസ് ഒക്കെയാണ് നമ്മുടെ പ്രൊഡക്ഷൻ എൻജിനീയറിങ്ങിൻ്റെ ഒരു ഫ്യൂച്ചറായിട്ട് വരുന്നത്. കെമിക്കൽ എൻജിനീയറിംഗ് ആണെങ്കിൽ സസ്റ്റൈനബിലിറ്റി അതോടൊപ്പം റിന്യൂവബിൾ എനർജി സൊല്യൂഷൻസ് ഒക്കെയാണ്. സോ ഈ കാര്യവും പ്രത്യേകം ശ്രദ്ധിക്കുക. കാരണം ഇന്ന് നിങ്ങളൊരു അഡ്മിഷൻ എടുക്കുകയാണെങ്കിൽ ആഫ്റ്റർ 4 years ഈ പറഞ്ഞ കാര്യങ്ങളിലൊക്കെ ആയിരിക്കും നിങ്ങളുടെ കരിയർ മുന്നോട്ട് വരാൻ പോകുന്നത്. ഇനി അവസാനമായിട്ട് പേഴ്സണൽ ഫുൾഫിൽമെൻറ്റ് എന്നൊരു കാര്യം കൂടി ഉണ്ടല്ലോ. സോ അത് മനസ്സിലാക്കാം. പ്രൊഡക്ഷൻ എൻജിനീയറിങ്ങും കെമിക്കൽ എൻജിനീയറിങ്ങും ഏത് പഠിക്കണം എന്നുള്ള ഡിസിഷൻ മെയിനായിട്ടും മെക്കാനിക്കൽ സിസ്റ്റംസുമായി ബന്ധപ്പെട്ടിട്ടാണോ കെമിക്കൽ പ്രോസസ്സുമായി ബന്ധപ്പെട്ടിട്ടാണോ നിങ്ങളുടെ താല്പര്യം എന്നതിനനുസരിച്ചായിരിക്കണം. സോ അങ്ങനെയുള്ളൊരു ലോങ് ടേം വ്യൂ ഉണ്ട്, ലോങ് ടേം ആയിട്ടുള്ള ഒരു ആറ്റിറ്റ്യൂഡുണ്ട്, ഒരു കാഴ്ചപ്പാടുണ്ടെങ്കിൽ ആ രീതിയിലാണ് നിങ്ങളുടെ ഒരു ഡിസിഷൻ വരേണ്ടത്. സോ പ്രൊഡക്ഷൻ എൻജിനീയറിംഗ് ആണെങ്കിൽ മെയിനായിട്ടും മാനുഫാക്ചറിങ്ങുമായി ബന്ധപ്പെട്ടിട്ടും, കെമിക്കൽ എൻജിനീയറിംഗ് ആണെങ്കിൽ മെയിനായിട്ടും കെമിക്കൽ പ്രോസസ്സുമായി ബന്ധപ്പെട്ടിട്ടുള്ള താല്പര്യമായിരിക്കണം നിങ്ങളെ മുന്നോട്ട് നയിക്കേണ്ടത്. സോ ഫ്രണ്ട്സ്, ഇതാണ് നമുക്ക് ഒരു ചെറിയൊരു ഡിസ്കഷൻ
വിത്ത് റെസ്പെക്ട് ടു ബിടെക് പ്രൊഡക്ഷൻ എഞ്ചിനീയറിംഗ് വേണോ അതല്ല ബിടെക് കെമിക്കൽ എഞ്ചിനീയറിംഗ് വേണോ എന്ന ഒരു ടോപ്പിക്കുമായി ബന്ധപ്പെട്ട്. സോ ഈ ഒരു എപ്പിസോഡിൽ പറഞ്ഞ കാര്യങ്ങൾ തീർച്ചയായിട്ടും നിങ്ങളെ ഒരു ഡിസിഷൻ അല്ലെങ്കിൽ ഒരു തീരുമാനമെടുക്കാൻ സഹായിക്കും എന്നാണ് വിശ്വാസം. സോ നിങ്ങൾ ഏത് കോഴ്സാണ് സെലക്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്നത്? ബിടെക് പ്രൊഡക്ഷൻ എഞ്ചിനീയറിംഗ് ആണോ അതല്ല ബിടെക് കെമിക്കൽ എഞ്ചിനീയറിംഗ് ആണോ? എങ്കിൽ എന്തുകൊണ്ട് എന്ന കാര്യവും പ്രത്യേകം കമൻറ്റ് ബോക്സിൽ മെൻഷൻ ചെയ്യുക. കൂടുതൽ ചോദ്യങ്ങളുണ്ടെങ്കിലും മെൻഷൻ ചെയ്യുക. പക്ഷേ ഒരു കാര്യം ഒരിക്കൽ കൂടി ഹൈലൈറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നു, ഈ പറഞ്ഞ 2 കാര്യങ്ങളും ഉൾപ്പെടുന്നത് നമ്മുടെ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗിലാണ്. താങ്ക് യു ഫോർ വാച്ചിങ്. ഹാവ് എ ഗ്രേറ്റ് ഡേ.